ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പപ്പട വടയാണ്. 4 മണിക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പപ്പട വടയാണ് ഉണ്ടാക്കുന്നത്. ചായ അടുപ്പിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ പപ്പടം നമുക്ക് പൊടിയൊക്കെ മിക്സ് ചെയ്ത് കലക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പട വടയാണ്. ഈ ചൂടുള്ള സമയത്തൊക്കെ, നല്ല വെയിലുള്ള സമയത്തൊക്കെയാണെങ്കിൽ നമ്മൾ ഈ പപ്പട വട ഉണ്ടാക്കുന്നതിന് വേണ്ടി പപ്പടം വെയിലത്ത് വെച്ചൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇപ്പോൾ വെയിലില്ലാത്ത സമയമാണെങ്കിൽ നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനോ ഒരു ദോശക്കല്ലോ എന്തെങ്കിലും അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ ഇതിട്ട് അപ്പായിപ്പാന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ അതും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ചോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചോ നമുക്കൊന്ന് ക്രിസ്പി ആയിട്ട് എടുക്കാം. അത് പപ്പടം മേടിച്ച ഉടനെ തന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയാൽ അതിങ്ങനെ ഒരു ക്രിസ്പി അല്ലാതെ ഇരിക്കും. ഞാനിപ്പോൾ ഫ്രീസറിൽ വെച്ചൊന്ന് സ്റ്റിഫായിട്ട് എടുത്തിരിക്കുകയാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിനാണ് 1 ഗ്ലാസ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. പൊടിയുടെ കൂടെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ എള്ളൊരു അര ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂണോളം മുളക് പൊടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ആവശ്യമായ വെള്ളം ചേർത്ത് ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഇപ്പം നല്ല മഴയുടെ സമയമാണ്, അതുകൊണ്ട് പുറത്ത് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. 4 മണിക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ 5 മിനിറ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണിക്കടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. പപ്പടത്തിന് ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഒത്തിരി ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. കുറച്ച് ഉപ്പ് ചേർത്ത് നോക്കിയിട്ട് നമുക്ക് അടുത്തതുണ്ടാക്കാം. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി. ഞാൻ ഈ ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി കലക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. അത് ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. അതിലേക്ക് വറക്കാൻ ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കാം. ഈ എണ്ണയിൽ ചൂടായി വരുവോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനീ പപ്പടത്തിൽ ഇപ്പോൾ ചെറുതായിട്ടൊരു ഹോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുത്തുകുത്ത് പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന എല്ലാ പപ്പടത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊള്ളി വരാതിരിക്കാനാണ്. പൊള്ളി വന്നാൽ മൂത്ത് കിട്ടാനായിട്ട് പാടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിരിക്കുന്ന എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഈ ഓരോ പപ്പടവും ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ നന്നായിട്ട് മുക്കുക. ഒത്തിരി നേരം ഡിപ്പ് ചെയ്ത് വെച്ചോണ്ടിരിക്കരുത്, പെട്ടെന്ന് തന്നെ എടുക്കണം. ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഇങ്ങനെ അതിൽ കൂടുതൽ പിടിച്ചിരിക്കുന്ന അതിൻ്റെ മാവ് പോകാനായിട്ട് ഇങ്ങനെയൊന്ന് പിടിക്കുക. അതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചട്ടിയായതുകൊണ്ട് നമുക്ക് ഒരു പപ്പടം വിധവേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു സൈഡ് മൂത്ത് വരുന്നതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇട്ടുടനെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. ഇപ്പോൾ ഒരു സൈഡ് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ ഹോളിട്ട് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പപ്പടം ഇങ്ങനെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും, പോളച്ചിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ മൂത്ത് കിട്ടാനായിട്ട് ഇത്തിരി പാടാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ പപ്പടത്തിലും ഒരു ഹോളിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ ഒരെണ്ണം മൂത്തിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം.
ഇനി നമുക്ക് അടുത്ത പപ്പടവും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇതിൽ മുക്കിയെടുക്കാം. ഈ പപ്പടം ഇങ്ങനെ വറുത്ത് വെച്ചിരുന്നാൽ നമുക്ക് എത്ര ദിവസം വേണേലും ചീത്തയാകാതിരിക്കും. പപ്പടവട ഇങ്ങനെ ചീത്തയാകാതിരിക്കും. കൂടുതലും മാവുള്ളത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് പൊയി കിട്ടും. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട്, മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കെടുത്ത് മാറ്റാം. അടുത്ത നമുക്കിങ്ങനെ ഡിപ്പ് ചെയ്യാം. ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ പപ്പടവടയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനങ്ങനെ എല്ലാ വടയും പപ്പടവും ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരി പൊടി കൊണ്ട് തന്നെയല്ല, അരി അരച്ച് വേണേലും ഉണ്ടാക്കിയെടുക്കുക. അരി വെള്ളത്തിലിട്ട് 4 മണിക്കൂർ കുതിർത്ത അരിയും വറ്റൽമുളകും കൂടെ വെള്ളത്തിലിട്ട് ഒരു 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ട് ഈ പറയുന്ന മുളക് പൊടിയും ജീരകവും എള്ളും അതുപോലെ തന്നെ കായപ്പൊടിയും ഒക്കെ കൂടെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിതിനകത്തൊരു കാര്യം കൂടെ പൊടി ചേർത്തപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയതാണ്. അതും കൂടെ ചേർത്ത് വേണം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ. എന്നൊരു പപ്പടവട ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചേർക്കേണ്ട പൊടികളെന്ന് പറഞ്ഞാൽ മുളക് പൊടി, ജീരകം, എള്ള്, കായപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് വേണം നമ്മൾ ഈ അരിപ്പൊടിയും അതുപോലെ തന്നെ കടലമാവും കൂടെ വെച്ചിരിക്കുന്നത് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ആ കായപ്പൊടി ചേർത്തത് വീഡിയോയിൽ കാണുന്നില്ല, അത് സ്കിപ്പായി പോയതാണ്. അതുകൊണ്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക്സ്.